ആൾമോസ്റ്റ് നൂല് കണ്ടിട്ടുണ്ട് നമ്മൾ പുതിയതായിട്ട് എടുത്ത ടയർ. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മ്യൂട്ടി ചാനൽ. നമുക്ക് ഇന്ന് NS-ൻ്റെ ഫ്രണ്ടിലെ ടയർ ഒന്ന് മാറണം. ടയറിൻ്റെ കറണ്ട് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ടയറിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ. ഫ്രണ്ടിൽ ആൾമോസ്റ്റ് നൂല് കണ്ടിട്ടുണ്ട്. ഈ നൂല് കാണുന്ന വരയ്ക്കൊന്നുമല്ല, ഈ ഒരു ടയർ വെയർ ഇൻഡിക്കേറ്റർ പോകുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ടയർ മാറണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് മഴക്കാലം ഇവിടെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇടാൻ പോകുന്ന ടയർ എന്തായാലും റേഡി ടയറിൽ ഇടുന്നത്, നോർമൽ ടയറായിരിക്കും ഇടുന്നത്. ഞാൻ എൻ്റെ വണ്ടിയിലെ ബാക്ക് റേഡിയലും ഫ്രണ്ട് നോർമൽ ടയറാണ് ഇട്ടേക്കുന്നത്. ഫ്രണ്ട് ഞാൻ മിച്ചലിൻ പൈലറ്റ് സ്ട്രീറ്റ് എന്ന മോഡലാണ് ഇട്ടേക്കുന്നത്. ഞാൻ അതിന് മുമ്പ് വരെ MRF-ൻ്റെ ഒരു റേഡിയൽ ടയറാണ് ഇട്ടിരുന്നത്. അത് ഇതിലോട്ട് ചേഞ്ച് ആയപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. അപ്പോൾ നല്ലൊരു ടയറാണ്, ഞാൻ ഇപ്പോൾ ഇത്ര നാൾ ഇട്ട് യൂസ് ചെയ്തുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടയറായിരിക്കും ഇടാൻ വേണ്ടി പോകുന്നത്. ടയറിൻ്റെ കണ്ടീഷനുകളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി അത്യാവശ്യം നൈസായിട്ടുള്ള സ്പോട്ടിലാണ് വണ്ടി കൊണ്ട് വെച്ചേക്കുന്നത്. പിന്നെ നല്ല രീതിക്ക് ചൂടായതുകൊണ്ട് ഞാൻ ഈ ഒരു ക്യാമറ ഹെൽമെറ്റ് വെക്കുന്നതല്ല, സ്റ്റിക്കിൽ വെച്ചിട്ടായിരിക്കും വീഡിയോ കാണാനൊക്കെ എടുക്കുന്നത്. കാരണം ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവിടെ ചെന്നിട്ട് ഫുള്ള് ഹെൽമെറ്റ് വെച്ച് നിൽക്കാനും അത് ഈ ചൂടത്ത് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കില്ല. അവിടെ ഈ സ്റ്റിക്കിൽ വെച്ച് നമുക്കിനി നേരെ അവിടെ പോയി കാണാം. കേസ് അപ്പോൾ ഫൈനലി നമ്മൾ ടയർ എടുത്തിട്ടുണ്ട്. ബ്രോ, മറ്റേ മിച്ചലിൻ പൈലറ്റ് സ്ട്രീറ്റ് 2 എന്ന് പറഞ്ഞ മോഡൽ ഉണ്ടല്ലോ, അതെടുത്താൽ. മറ്റേതാണെങ്കിലാ ഓ വേറെ നല്ല ഉണ്ടോ? മാക്സിസിൻ്റെ ഗ്രിപ്പിൻ്റെ ഷേപ്പ് കാണിച്ചു തരും. ഏതാണ് ഇത് വേണോ അത് വേണോ? അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ട്. ഈ ഡൊമിനോൻ്റെ സൈസ് കണ്ടോ, പറയാം. ഈ എക്സ്ട്രാ ഈ ഒരു സൈഡിൽ ഫിറ്റ് ചെയ്തേക്കുന്നുണ്ട്, ഇത്രയും വലിയ സൈസ് ഫീൽ ചെയ്യുന്നു. അടിപൊളി. നമ്മളെ വണ്ടിയിൽ ഇപ്പോൾ കറണ്ടിൽ ഇട്ടേക്കുന്ന 110 വയസ്സുള്ള ടയറാണ്. പക്ഷേ NS-ന് സ്റ്റോക്കായിട്ട് 100 ആണ് പറഞ്ഞത്. പണ്ട് 100 തന്നെ തിരിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് 100 ഇട്ടാലുള്ള യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 110 സൈസിൽ നിന്ന് വീണ്ടും സ്റ്റോക്കിലോട്ട് വരുമ്പോഴത്തേക്ക് വണ്ടി കിടന്ന് എടുത്തുകൊണ്ട് പോകുന്ന നേരത്തെ ഒരുമാതിരി വണ്ടി നല്ല എനിക്ക് ലൈറ്റ് ആയാനൊക്കെ തോന്നും, വണ്ടി വളയ്ക്കാനും തിരിക്കാനൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എൻ്റെ ഞാൻ ആദ്യം ഒരു 110 വയസ്സായിട്ടിരുന്നത്, അത് മാറ്റി വീണ്ടും സ്റ്റോക്ക് സൈസിലോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല എനിക്ക് ഫീൽ ആയതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഫ്രണ്ട് അപ്സൈസ് ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. കാരണം ഫ്രണ്ട് നമ്മൾ കറക്റ്റ് സ്റ്റോക്ക് സൈസിലോട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ആ ഒരു വണ്ടിയുടെ ഒരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യും. വളയ്ക്കാനും തിരിക്കാനൊക്കെ നല്ല എനിക്ക് വണ്ടി കുറച്ചുകൂടെ സ്മൂത്ത് ആവും. ബാക്ക് അപ്സൈസ് ചെയ്യാൻ വലിയ കുഴപ്പമില്ല. ഫ്രണ്ടൊക്കെ മാക്സിമം അപ്സൈസ് ചെയ്യാതിരിക്കുക, സ്റ്റോക്ക് സൈസിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ലുക്കിൽ മാത്രമല്ല എപ്പോഴും കാര്യം വരുന്നത്. ആ ബ്രാക്ക് പേഡ് പറഞ്ഞാൽ അതോട് പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടയറിൻ്റെ പഴയ ടയറിൻ്റെ അവസ്ഥ. ഈ ഒരു സൈഡ് കണ്ടാൽ അറിയാൻ പറ്റും, ഇവിടെ ഒരുമാതിരി ചെത്തി കണക്ക് തേഞ്ഞിരിക്കുന്നത്. എന്നാൽ വെട്ടി തേനാണ് കൊണ്ടാണ് ഇല്ലല്ലേ. ഇതിൻ്റെ ഇത് നടുക്ക് മാത്രം തേയാത്ത, രണ്ട് സൈഡ് മാത്രം തേയുന്ന കോർണർ. ഇതിൻ്റെ നടുക്ക് വെച്ച് ഓടൂല്ലേ, കോർണർ മാത്രം എടുക്കോളാം. പോരാ അങ്ങോട്ട് കൂടുതൽ ഫ്ലൈറ്റല്ലേ പോകണം. എന്തായാലും ടയർ നമ്മൾ മാറണം. ഇപ്പോൾ പുതിയ ടയർ എടുക്കാൻ വേണ്ടി ആ ബ്രോ പോയിട്ടുണ്ട്. റേറ്റ് പറഞ്ഞത് ഇത്ര 2500 അല്ലടാ, 2500 പറഞ്ഞത്. അപ്പോൾ അതിന് തന്നെ 110 ഉണ്ട്. അതിന് 3000 അടുപ്പിച്ചാവുന്നതാണ് പറഞ്ഞത്. തുടങ്ങി കിട്ടുമെന്നൊക്കെ നമുക്ക് വീഡിയോ ലാസ്റ്റ് കാണാം. ഈ ഒരു ഡൊമിനോർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഫ്രണ്ടിലെ കിറ്റൂടെ വന്നപ്പോൾ വണ്ടി നല്ല രീതിക്ക് കുറച്ചുകൂടെ ഹ്യൂജ് ആയിട്ടുണ്ട്. USB ഫോർക്കൊന്നും ഇല്ലെങ്കിലും ആ വണ്ടിയുടെ ഒരു ബൾക്കിനെസ് നിങ്ങൾക്ക് കറക്റ്റ് ഫീൽ ആവും. ഇത് അപ്പുറത്ത് ആ ഫോർക്കിരിക്കുന്ന വണ്ടി, ഫോർക്കുള്ള വണ്ടിയുണ്ട്. പക്ഷെ അതിൻ്റെക്കാട്ടി എനിക്ക് ഇതാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. നമ്മളെ ടയർ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ പുതിയതായിട്ട് എടുത്ത ടയർ, പൈലറ്റ് സ്ട്രീറ്റ് 2. നമ്മൾ വണ്ടി അയച്ചപ്പോൾ അടുത്തൊരു പണി കിട്ടിയത് ഫ്രണ്ടിൻ്റെ ബ്രേക്ക് പേഡ് രണ്ടും ക്ലിയറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ടിപ്പ് ഓഫ് ദി ഡേ, ഒരിക്കലും കറക്റ്റ് പൈസയും കൊണ്ട് വണ്ടി പണിയാൻ വേണ്ടി വരരുത്. പണിയിട്ട് കുഴി. അങ്ങനെ ഫൈനലി നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ വണ്ടി കൊണ്ട് വീണ്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ റേറ്റിംഗ് കാരണമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ടയർ മിച്ചലിൻ പൈലറ്റ് സ്ട്രീറ്റ് 2 100/80/70 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇതിന് 2450 റേറ്റ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡിന് 235 രൂപ. പിന്നെ ലേബറൊന്നും വാങ്ങിച്ചില്ല. ടോട്ടൽ 2680 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടയർ. മുമ്പ് ഇതിൽ 110 ആണ് ഇട്ടിരുന്നത്. അതിൽ നിന്ന് കുറച്ച് മാറിയപ്പോൾ കുറച്ച് ലുക്ക് പോയിട്ടുണ്ടെങ്കിലും ഈ ടയറിൻ്റെ ഗ്രിപ്പും കാണാനൊക്കെ കുറച്ചുകൂടെ ലുക്ക് ഉള്ളത് കൊണ്ട് അത് നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഈ ഒരു സൈസ് കുറഞ്ഞ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ഇത് ഓട്ടിച്ച് ഒരു 9-10 കിലോമീറ്റർ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇനിഷ്യൽ ഫീഡ്ബാക്ക് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ വണ്ടി കുറച്ചുകൂടെ ഫ്രണ്ട് ലൈറ്റർ ആയിട്ടുണ്ട്. ഇത് ഇവ ഓട്ടിച്ചപ്പോഴും പറഞ്ഞായിരുന്നു ലൈറ്ററായ കാര്യം. പിന്നെ ടയർ ഒരു സെറ്റ് 100 കിലോമീറ്ററെങ്കിൽ വളരെ സെറ്റാവും. അപ്പോൾ ആ ഒരു ഫീഡ്ബാക്ക് ഇതെന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ഞാൻ മുമ്പ് യൂസ് ചെയ്ത് കൊടുത്ത ടയർ അതായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഈ ഒരു സാധനം പക്ക വേർത്താണ് ഈ ഒരു റേറ്റിന്. ഇത് റേഡിയലല്ലെങ്കിലും എനിക്ക് റേഡിയോ ടയറിന് ഇതിലോട്ട് ചേഞ്ച് ആ സമയത്ത് പ്രത്യേകിച്ച് ചേഞ്ച് ഓഫ് ഒന്നും കൺസിഡറബിൾ ചേഞ്ച് ഓഫ് ഒന്നും നോട്ടീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല.
ഇത്ര കാര്യങ്ങളൊക്കെ ഇന്നത്തെ വ്ളോഗുള്ളൂ. ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ കൂട്ടിക്കോ. വീഡിയോ ഇഷ്ടപ്പെട്ടെത്തിക്കാൻ ലൈക്ക് അടിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഉണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും ബട്ടണും എല്ലാം ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കാം. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവർ ബൈ.